മൾട്ടി ഫാസറ്റഡ് എന്ന വേർഡിനെ ഒരുപാട് ജസ്റ്റിഫൈ ചെയ്യുന്ന മലയാളി കലാകാരന്മാരും കലാകാരികളും നമുക്കുണ്ട്. എന്നാൽ അതിലേക്കൊരു ഡിഫറൻസ് വരുത്തിയിട്ട് തൊട്ട മേഖലകളെല്ലാം പൊന്നാക്കിയ ആൾക്കാരെ കയ്യിലെടുക്കാൻ ഇത്രയും ടാലൻ്റ് ഉള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ്, മലയാളിയുടെ സ്വന്തം കല്ലു, രാജ് കലേഷ്, ജോയിനിങ് us on the next guest from the 973 show. രാജ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് ടൈം ടു ജോയിൻ us. ഞാൻ പറഞ്ഞതുപോലെ ഷെഫ്, ട്രാവലർ, മജീഷ്യൻ, ആങ്കർ, പിന്നെന്തോ ആക്ടർ അല്ലേ, ഇങ്ങനെ കുറേ ഹാറ്റ്സ് വെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലയിടത്തും വായിച്ചത് വെച്ചിട്ട് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ മാറി ചവിട്ടിയ കഥകളും, വിൽ കം ടു ദാറ്റ്. ബട്ട് ദെൻ ഈ ഒരു 5-6 ഹാറ്റിൽ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ്? മാജിക് ആണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നതും. പിന്നെ നമ്മൾ മാജിക് കാണിക്കുമ്പോഴത്തേക്ക് ഒരു ക്വിക്ക് റെസ്പോൺസ് ആണല്ലോ, തിരിച്ച് കയ്യടി കിട്ടുന്നതും മാജിക്കിനാണ്. മാജിക് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. നിർഭാഗ്യവശാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മാജിക് ഇല്ല എന്നുള്ളതാണ്. ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്റ്റേജ് കലാകാരന്മാരൊക്കെ, എനിക്ക് തോന്നുന്നൊരു 300-ലധികം സ്റ്റേജ് നാടകങ്ങൾ ചെയ്യുന്ന നാടക സംഘങ്ങൾ. ഞാൻ ബേസിക്കലി തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ പാഷൻ ഡ്രാമയായിരുന്നു. അപ്പോൾ അതിലേക്കാണ് ആദ്യം പോയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ മാജിക്കിലേക്ക് വന്നത്. അപ്പോൾ ഒരു കൊറോണയ്ക്ക് മുമ്പ് ഒരു 300 സ്റ്റേജ് ട്രൂപ്പുകൾ, പ്രൊഫഷണൽ നാടക സംഘങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 100-ൽ താഴെ നാടക സംഘങ്ങൾ മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറേ അടച്ചുപൂട്ടിപ്പോയി. സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുന്ന ആ സ്റ്റേജ് ഇതിലെ പിന്നെ ഗാനമേള, പാട്ടൊക്കെ ഒഴിച്ചുള്ള ബാക്കി കുറേ സാധനങ്ങൾ, നാടകം, മാജിക് ഷോ, അങ്ങനെ അങ്ങ് നിന്നുപോയി. അപ്പോൾ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഞാൻ ആകെ വലിയ ഷോ ചെയ്തിരിക്കുന്ന 4 ഷോ. അപ്പോൾ അതൊന്ന് പൊടിതട്ടി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഏറ്റവും ഇഷ്ടം ചെയ്യാൻ മാജിക് അല്ലേ? എന്ന് വെച്ചാൽ അവരുടെ കൺമുന്നിൽ നമ്മൾ ഒരു വണ്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഒന്നുമില്ല കേട്ടോ. ഒരു ഇല്യൂഷൻ. ഇപ്പം രാജിക്കുള്ള അതേ കഴിവ് തന്നെയാണ് ദൈവം എനിക്ക് തന്നേക്കുന്നത്. നമ്മളത് റിഹേഴ്സൽ ചെയ്ത് സെറ്റ് ചെയ്തൊരു ഡ്രാമ പോലെ ആക്കി എടുക്കുന്നതാണ് മാജിക് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഇല്യൂഷൻ, ഞാൻ ഈ വലിയ സ്റ്റേജ് ഷോയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അത് സെറ്റ് ചെയ്ത് ഡ്രാമ 1 മാസം റിഹേഴ്സൽ ചെയ്താൽ മതിയെങ്കിൽ ചിലപ്പോൾ ഇത് 6 മാസം റിഹേഴ്സൽ ചെയ്തിട്ട് വേണം നമ്മൾ ആ പെർഫോമൻസിലേക്ക് പോകാൻ. അപ്പൊ അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആദ്യം തന്നെ നെഗറ്റീവ് അടിച്ചാണ്. ഞാനിപ്പോ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുക. ഈ വീട് പണിയുടെ തിരക്ക് കഴിഞ്ഞാൽ വീട് പണിയുടെ തിരക്ക് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ വെച്ചേക്കുന്ന സംഭവം പിന്നെ മാജിക് ഷോ, പൊടിതട്ടി എടുക്കലാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്, ട്രൂപ്പിലെ മെയിൻ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, എന്നെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അവരെ ഞാൻ മേഖല മാറ്റിയിട്ട് അവരെ ക്യാമറമാൻമാരൊക്കെ ആക്കിയിട്ട് കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അവരാരും പോയിട്ടില്ല, അവര് ഭയങ്കര അസറ്റാണ്. എന്ന് വെച്ചാൽ ഇതറിയുന്ന ആൾക്കാർ തന്നെ ഇതിന്റെ കൂടെ വേണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അരുൺ സക്കറിയ എന്ന് പറഞ്ഞിട്ട്, ഞാൻ മാജിക് തുടങ്ങിയ കാലം തൊട്ടേ എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെയിൻ അസിസ്റ്റൻ്റാണ്. പിന്നെ ഭരത് സ്റ്റേജിൽ എന്നെ അസിസ്റ്റ് ചെയ്യുന്നതിൽ മെയിൻ ആളാണ്. അങ്ങനെ ആ അസിസ്റ്റൻസ് എല്ലാവരും ഉണ്ട്. പഠിച്ചിട്ടുണ്ട്. ഞാൻ മുതുകാട് സാറിന്റെ പുള്ളിയുടെ ആരാധകനായിരുന്നു, പിന്നെ ശിഷ്യനായി, പിന്നെ പുള്ളിയുടെ കൂടെ പെർഫോം ചെയ്യാനുള്ള ഒരു ഭാഗ്യവും കിട്ടി. മുതുകാട് സാറിന്റെ ബഹ്റൈൻ റിലേറ്റഡ് ഹിസ്റ്ററി അറിയാമല്ലോ. ആ ഫയർ എസ്കേപ്പ് കഴിഞ്ഞ് പുള്ളി ഇവിടുന്ന് റിക്കവർ ആയി ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പുള്ളിയുടെ കൂടെ കൂടുന്നത്. ഈ മജീഷ്യൻസിനൊക്കെ ഓരോ സ്പെസിഫിക് ഒരു ഐറ്റം ഉണ്ടാവുമല്ലോ, സ്റ്റാർ പെർഫോമൻസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കലേഷ്? ഇന്ത്യൻ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് മാജിക് ഉണ്ട്. അപ്പൊ അത് ഞാൻ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു കുട്ടയ്ക്കകത്ത് ഒരു പെൺകുട്ടിയെ കയറ്റിയിട്ട് പലതരത്തിലുള്ള വാളുകൾ അതിനകത്ത് പ്ലേസ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് നിന്ന് പെൺകുട്ടിയെ സേഫായിട്ട് തിരിച്ചെടുക്കുന്ന സാധനമാണ് ഈ സ്ട്രീറ്റ് മജീഷ്യൻ. ചാന്ദ് പാഷ എന്നൊക്കെ പറയുന്ന ഡൽഹിയിലെ മജീഷ്യൻസ് ഉണ്ട്, അവർ സ്ട്രീറ്റിൽ ചെയ്യുന്ന സാധനം. അപ്പൊ ഞാനും മുതുകാട് സാറും കൂടെ ഒരു പ്രാവശ്യം ഈ പിന്നെ കട്പുത്തലി കോളനി എന്ന് പറഞ്ഞിട്ടൊരു കലാകാർ കോളനി ഉണ്ട്, അവിടെ പോയിട്ടാണ്, ഇവരുടെ അടുത്ത് പോയിട്ടാണ് സാറിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറമാനായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അന്ന് ക്യാമറമാനായിട്ട് പോയിട്ട് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്ത്യൻ ബാസ്ക്കറ്റ് ചെയ്യുന്നത് ആൾക്കാരെ കൂട്ടി നിർത്തിയിട്ട് അവരുടെ അടുത്ത് നിന്ന് ചെറിയ പൈസയൊക്കെ അവർ കൊടുക്കുന്ന ചെറിയ ഫണ്ടൊക്കെ വാങ്ങിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ ഒരു പെർഫോമൻസിന്റെ കൂടെ ആ കലാകാർ കോളനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ മൊത്തം ആർട്ടിസ്റ്റുകളാണ്. കവാലി സിംഗേഴ്സ്, ഗസൽസ് പാടുന്ന ആൾക്കാർ, ബാറിൽ ഡാൻസ് ചെയ്ത പെൺകുട്ടികൾ,
മൊത്തം ആർട്ടിസ്റ്റുകളുടെ വില്ലേജ്, ഭയങ്കര സൗഹൃദമാണ് അവിടെ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇന്റർവ്യൂവിന് പോയി ഒരു ചെക്കൻ അപ്പം ചാന്ത് ബാബയുടെ വീട്ടിലേക്ക് ഉള്ള വഴി ചോദിച്ചപ്പോഴത്തേക്ക് അവന് ആ ഗല്ലിക്കകത്തൂടെ ഇങ്ങനെ പോയി അവിടെ കൊണ്ട് എത്തിച്ചു തന്നത്. അപ്പൊ അങ്ങനെ സ്നേഹമുള്ള കുറച്ച് ആൾക്കാർ താമസിക്കുന്ന, കലാകാരനല്ലേ ബേസിക്കലി, അപ്പൊ കുറേ സ്നേഹമുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അവരുടെ കൂടെ പോയി ഈ മാജിക് കണ്ടു. അപ്പം എനിക്കൊരു ഐഡിയ തോന്നി, ഇത് സ്റ്റേജിൽ ചെയ്താൽ നന്നായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റേജ് ആക്ട്, എൻ്റെ കുറേ സ്ട്രീറ്റ് ആക്ടുകൾ ഞാൻ സ്റ്റേജിൽ മാറ്റി ചെയ്തിട്ടുണ്ട്. ഞാനായിട്ട് കാര്യമായിട്ട് കണ്ടുപിടിച്ച സാധനങ്ങളൊന്നുമില്ല, പക്ഷെ കുറേ ഇന്നോവേഷൻസ് അതിൽ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു പെട്ടിക്കകത്തുനിന്ന് ഒരാളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം 3 പേരെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. മാജിക് ഈസ് ഓൾവേസ് ഫൺ, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഇല്യൂഷൻ അപ്പുറം ഇത് നമുക്കറിയാലോ, ഇതിൽ എന്തോ ഒരു പറ്റിപ്പാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഈ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല ഇതില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനങ്ങ് ചിരിച്ചത്, ഒരു 3 പേരെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോ. എവിടെയോ ഇന്ത്യൻ ബാസ്ക്കറ്റിനകത്ത് ഞാൻ മന്ത്ര എന്ന് പറഞ്ഞിട്ട് മജീഷ്യൻ സാമ്രാജിന്റെ ഒരു കൺവെൻഷനുണ്ട്. കേരളത്തിലാണ് ഏറ്റവും വലിയ കൺവെൻഷനാണ് മന്ത്ര ഫെസ്റ്റ്. അതിനകത്ത് സാധാരണ എപ്പോഴും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഫോറിൻ പെർഫോമേഴ്സിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് മന്ത്രയിൽ ഓപ്പണിംഗ് ആക്ട് ചെയ്യാൻ പറ്റി. അത് ഒരു വലിയ അവാർഡായിട്ടാണ് പുള്ളി എനിക്ക് അവാർഡൊക്കെ തന്നു, ബെസ്റ്റ് പെർഫോമർ അവാർഡൊക്കെ പിന്നീട് തന്നെങ്കിലും എനിക്ക് ഈ തന്ന ചാൻസ് ആണ് ഒരു അവാർഡായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു സംഗീത അക്കാദമി അവാർഡ് കിട്ടുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ആ മന്ത്രയുടെ എൻട്രി പെർഫോമൻസ് ചെയ്യാൻ പറ്റിയത്. വെരി ഗുഡ്. അപ്പം മാജിക്കിനോടുള്ള പാഷൻ ഇങ്ങനെ കാണുന്നുണ്ട്, ബിക്കോസ് യു ആർ എക്സ്റ്റെൻഡിങ് ദി ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. എവിടെ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്, പ്രേമിച്ച പെണ്ണ് നോക്കി നിൽക്കെ പെണ്ണ് കാണാൻ പോയൊരു ഫീലിംഗ് ആണ് ദാറ്റ് യുവർ ജേർണി ഫ്രം മാജിക് ടു കുക്കറി ഷോ. അതൊന്ന് സമ്മറൈസ് ചെയ്യൂ. നല്ലൊരു കമ്പാരിസൺ ആയിരുന്നു. അപ്പൊ അതിലൊരു എലിമെന്റ് ഓഫ് ചീറ്റിങ്ങും ഉണ്ട്. അതിന്റെ പ്രധാന കാരണം ദാരിദ്ര്യമാണ്. ഞാൻ ആദ്യമേ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആവണമെന്ന് തീരുമാനിച്ച ആളാണ്. സ്റ്റേജിൽ, കാരണം ഞാൻ ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ വരുമാന മാർഗം ഉണ്ടാക്കാനായിട്ട് ഒരു ഡാൻസ് ട്രൂപ്പ് ഒക്കെ തുടങ്ങിയായിരുന്നു. ഡാൻസ് ആദ്യമേ ചെയ്യുമായിരുന്നു. പിന്നെ ചെമ്പഴന്തി SN കോളേജിൽ പഠിച്ചപ്പോഴത്തേക്കും അവിടെ പ്രജിത്ത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, അപ്പോൾ അവനും നന്നായി ഡാൻസ് ചെയ്യുന്ന. അപ്പോൾ പ്രജിത്തും ഞാനും കൂടി ഒരു ഡാൻസ് ട്രൂപ്പ് തുടങ്ങി. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് ബാങ്ക് അക്കൗണ്ട് ഇല്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് 78,000 രൂപയൊക്കെ ഒരേ പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നിട്ടുള്ള ആളാണ്. അന്ന് പൈസക്ക് അന്ന് വേണമെങ്കിൽ ചെമ്പഴന്തി ആ സൈഡിലൊക്കെ 10 സെന്റ് വസ്തു വാങ്ങിക്കാം. അപ്പോൾ പെൺകുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുക, പിന്നെ ആൺകുട്ടികൾക്ക് പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങിച്ചു കൊടുക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോബീസ്. അപ്പോൾ ഞാൻ അന്നത്തെ വലിയ പണക്കാരനൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റേജിനെ വിശ്വസിക്കാമെന്ന് ഞാൻ പണ്ടേ ശീലിച്ചിട്ടുണ്ട്, ഡ്രാമയുടെ കാലത്തെ ശീലിച്ചിട്ടുണ്ട്. അപ്പം മുതുകാട് സാറിൻ്റെ അടുത്ത് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ കോൺഫിഡൻസ് മാജിക് ഷോ സെറ്റാവുന്നു, പിന്നെ തുരുതുര ഷോ വരുന്നു എന്നുള്ളതാണ്. മാജിക് ഷോ സെറ്റായി മുതുകാട് സാറിൻ്റെ കൂടെ ഒരു 4-5 വർഷം വർക്ക് ചെയ്തു. 2005 ഞാൻ മാജിക് ട്രൂപ്പ് തുടങ്ങി. അപ്പോൾ അതുവരെയുള്ള എൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രിക്ക് പ്രീ ഡിഗ്രി വരെയുള്ള സമയത്തെ ഞാൻ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാം കാരണം ഈ വീട്ടുകാരുടെ ഒരു ആഗ്രഹം ജോലിക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റ് ജോലിക്ക്, അപ്പോൾ എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് പോയിരിക്കുന്ന ജോലി എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ PSC പരീക്ഷയ്ക്കും സിനിമ കാണാൻ പോകും. 2 സിനിമ കാണും. 2 സിനിമ കണ്ടിട്ട് പരീക്ഷ എഴുതി വീട്ടിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വീട്ടിൽ പോകും. ഇൻ കേസ് കിട്ടിപ്പോയാൽ പെട്ടില്ല, സർക്കാർ ജോലി കളഞ്ഞവൻ എന്നൊക്കെയുള്ളൊരു ദുഷ്പേര് വരും. അപ്പോൾ അതിനേക്കാളും കിട്ടാതിരിക്കുന്ന കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ മുതുകാട് സാറിൻ്റെ കൂടെ ഇത്രയും നാളൊക്കെ പഠിച്ച്, അപ്പോൾ സാറ് പറഞ്ഞു സ്വന്തമായിട്ട് എന്തെങ്കിലും നോക്കിക്കോ, കുഴപ്പമില്ല, നീ ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാജിക് ട്രൂപ്പ് തുടങ്ങി. അപ്പോൾ അന്ന് ഏഷ്യാനെറ്റിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റൻ്റായിട്ട് സംഘടിപ്പിച്ച് വെച്ച പൈസയും എൻ്റെ ഫോക്കസ് ഇതായിരുന്നു. മുതുകാട് സാറിൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫണ്ട് കൊണ്ടൊക്കെ സാധനങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. മാജിക്കിൻ്റെ എക്യുപ്മെൻറ്റ്സോട് ആനന്ദ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ വീടിൻ്റെ കാർപ്പൻട്രി വർക്കൊക്കെ പുള്ളിയെ ചെയ്യുന്നു. ഉഗ്രൻ കാർപ്പൻറ്ററാണ്. പുള്ളിയെ കൊണ്ട് എൻ്റെ സാധനങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. മുതുകാട് സാറിനും പുള്ളിയാണ് സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫണ്ട് തീർന്നു. എന്നിട്ട് പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഷാജഹാൻ എന്നാ പേര്, നിലമ്പൂരുകാരനാണ്.
ഷാജഹാൻ. ഇപ്പോൾ എൻ്റെ ഒരു പാർട്ട്ണർ ഇവിടെ അബുദാബിയിൽ, പിന്നെ GC ഗൾഫിലാണ്. പുള്ളി അബുദാബിയിൽ സേഫ്റ്റി ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അഡ്നോക്കിൽ. പുള്ളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഫണ്ടൊക്കെ വാങ്ങിച്ചു. പുള്ളി നേവിക്കാരനാണ്, എക്സ് നേവിയാണ്. അപ്പോൾ പുള്ളി കലാസ്നേഹി ആയതുകൊണ്ട് പുള്ളിയും കുറേ ഫണ്ടൊക്കെ തന്നു. പുള്ളിയുടെ ഫണ്ട് തീർന്നു. അവസാനം എൻ്റെ കൂടെ താമസിക്കുന്ന ആളാണ്, സഹമുറിയനാണ് ഷാജി. ഷാജിയുടെ കാറുണ്ടായിരുന്നു. ഷാജിക്ക് അസ്മ ട്രാവൽസ് എന്ന് പറഞ്ഞ ഉമ്മയുടെ പേരിൽ അവൻ 2 വണ്ടിയൊക്കെ ആയിട്ട് ഒരു ട്രാവൽസ് നടത്തുമായിരുന്നു. അപ്പോൾ ഒരു വണ്ടി വർക്ക്ഷോപ്പിലായി, വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. ഓടുന്ന വണ്ടി ഷാജി വിറ്റു എനിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ സത്യത്തിൽ കടക്കാരനായി മാറി. അതുവരെ ഞാൻ കട എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഷോ വരുന്നില്ല, മാജിക് ഷോ സെറ്റായി. മാജിക് ഷോ റിഹേഴ്സൽ ചെയ്തു. പെൺകുട്ടികളൊക്കെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. ഒരു 6 മാസം കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തിട്ട് മാജിക് ഷോ, തകർപ്പൻ ഷോ സെറ്റായി. ഒരൊറ്റ ഷോ വരുന്നില്ല. അങ്ങനെ പേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാരനായല്ലോ, ഇനി ഒന്നുമില്ല. വീട്ടിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ പറ്റില്ല, കാരണം ഗവൺമെന്റ് ജോലിക്ക് പോകാത്തതുകൊണ്ട് വീട്ടിൽ ചോദിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു നേരമൊക്കെ നമ്മൾ എങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ട് ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ച് റിസർച്ചൊക്കെ ആയിരുന്നു ആ സമയത്ത്. ഒറ്റ നേരത്തെ ആഹാരം. അപ്പോൾ പൂജപ്പുരയിൽ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ചേട്ടനുണ്ട്. അപ്പോൾ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ കടയിൽ പോയിട്ട് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴത്തേക്ക് കുളിച്ച് റെഡിയായി അവിടെ ചോറ് വെക്കുന്ന ചൂട് ചോറ് കഴിക്കാനായിട്ട് പോകും. സ്പെഷ്യൽ വാങ്ങില്ല, സ്പെഷ്യൽ വാങ്ങിക്കാൻ പൈസയില്ല. ഞാനും രാകേഷ് ബ്രഹ്മാനും തന്നെ ഉണ്ട്, ബ്രഹ്മാനൻ സാറിൻ്റെ മോൻ. അപ്പോൾ അവനും വീട്ടിൽ നിന്ന് ഇതേ അവസ്ഥയിൽ പിന്നെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക. അപ്പോൾ അവനും വലിയ ഇതൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ കിട്ടി, ചെറിയ പൈസയൊക്കെ കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ. ഷാജിയുടെ ടാക്സി ഒരെണ്ണം വർക്ക്ഷോപ്പിലും ഒരെണ്ണം ഞാൻ വിൽക്കുകയും ചെയ്തില്ലേ. അപ്പോൾ ഷാജിക്കും വരുമാനമില്ല. അങ്ങനെ 3 പേരും കൂടി റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 12 മണിക്ക് ഈ പിന്നെ പാമ്പര വിഴുങ്ങുന്ന പോലെ ചോറ് ആവശ്യം പോലെ തരുമല്ലോ. ചോറൊക്കെ തിന്ന് സെറ്റായി ചിലപ്പോൾ ഒന്ന് മയങ്ങും, എന്നിട്ട് ഇരുന്ന് TV കാണാൻ തുടങ്ങും. വെളുപ്പം പിന്നെ 4 മണിക്ക് ഷാജി ഒരു കട്ടൻ ചായയും തരും, ചിലപ്പോൾ കുറച്ച് മിക്സറും ഒക്കെ തരും. എന്നിട്ട് 3 മണി വരെ TV കാണും. 3 മണിക്ക് കിടന്നുറങ്ങിയിട്ട് 12 മണിക്ക് എണീക്കും, വീണ്ടും ചോറ് കഴിക്കാൻ പോകും. ഐഡിയ പൊളിയല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സമയത്തും അമൃത TV തുടങ്ങി. ഞാൻ മാജിക് ഷോയ്ക്ക് വേണ്ടിയിട്ട് ബിന്ദു സാജൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ കാണാൻ പോയി. ബിന്ദു ചേച്ചി എന്നെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആ ഷോൾഡർ ബാഗും ബൈക്കും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് തോന്നി ഒരു ട്രാവലർ, പിന്നെ ഒരു ഫുഡി ആയിട്ടുള്ളൊരു പയ്യൻ കേരളം മുഴുവൻ നടന്ന് ഫുഡ് കഴിക്കുന്ന ഷോ ചെയ്താൽ കൊള്ളാമെന്ന് അവർക്ക് മനസ്സിൽ തോന്നി. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞ് വിളിച്ചു, ചേച്ചി CD കണ്ടായിരുന്നു, ആ CD കണ്ടാ ചേച്ചി എന്തെങ്കിലും മാജിക് ഷോ കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ചേച്ചി ഒന്നുമില്ല, മാജിക്കിന് വലിയ പാടാ. ഞാൻ നിനക്ക് അങ്ങോട്ടൊരു സജഷൻ തരാം. ഒരു പ്രോഗ്രാമുണ്ട്, നാട് നീളെ നടന്ന് തിന്നുന്ന ഒരു തീറ്റക്കാരനായ ഒരു ഫുഡി പയ്യൻ്റെ ഒരു പരിപാടിയുണ്ട്. അതിൽ നീ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഇത് ഈ സൂപ്പർ നാച്ചുറൽ സാധനങ്ങളാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം. നാച്ചുറൽ സാധനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു കുക്കറി ഷോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാജിക് ചെയ്യുമ്പോൾ അതിനൊരു പഞ്ചുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബിന്ദു ചേച്ചി വിളിയോട് വിളി. അപ്പോൾ ഷാജി എന്നോട് പറഞ്ഞു, അളിയ ഓണത്തിന് പട്ടിണി കിടക്കാൻ എനിക്ക് വയ്യ, ഓണം വരുന്നുണ്ട്, ഓണത്തിന് പട്ടിണി കിടക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, നീ അപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യും. അപ്പോൾ അന്ന് ചേച്ചി 2000 രൂപ വെച്ചൊക്കെ തരാം. ഞാൻ വരില്ലെന്ന് പറഞ്ഞപ്പോൾ ആദ്യം 1000 രൂപ, പിന്നെ അത് മാറി 2000 രൂപ തരാം. ഒരു എപ്പിസോഡിന് 2000 വെച്ച് തരാം, 4-5 എപ്പിസോഡ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു 10000 രൂപ കലേഷന് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പൈസ പറഞ്ഞ് നമ്മളെ ട്രാപ്പിലാക്കി. അങ്ങനെ ഞാൻ ഷാജി പറഞ്ഞതും കൂടെ, ഓണത്തിന് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞതും കൂടെ വെച്ചിട്ട് ആദ്യത്തെ കുക്കറി ഷോ ഇഷ്ടമില്ലാതെയാണ് ഞാൻ പോയി ചെയ്യുന്നത്. സംഭവം പഴയിടമാണ് ആദ്യം കുക്ക്. എനിക്ക് ഈ മനുഷ്യനെന്ന് അറിയില്ല എന്ത് പഴയിടം. പുള്ളി മറ്റേ പിന്നെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ കുക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്കൂൾ യുവജനോത്സവം കുക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ അന്ന് പിന്നെ സ്പോർട്സ് ഇത് നടക്കുന്നുണ്ട്, എന്താണ് കേരളോത്സവം എന്ന് പറഞ്ഞിട്ട് സ്പോർട്സും ആർട്സും ഒക്കെ. അതിൽ കേരളോത്സവത്തിന്റെ സ്പോർട്സിലും കുക്ക് ചെയ്തിട്ടുള്ള വലിയ മിടുക്കനാന്ന് പറഞ്ഞിട്ട് ഒരു നരച്ച മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ ഇയാളെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇയാളുടെ കയ്യിലെ കുറെ മാജിക്കുകളുണ്ട്. പഴയുടെ മോഹൻ നമ്പൂതിരി, ഇയാള് എന്തെങ്കിലുമൊക്കെ സാധനം എടുത്തിട്ടിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. ഈ മാജിക് എനിക്ക് അറിഞ്ഞോണ്ടില്ല, ഈ മറ്റേ മാജിക് അറിഞ്ഞോളൂ. തരക്കേടില്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇയാൾ അവിയലിന്റെ കഥയൊക്കെ പറഞ്ഞു തന്നിട്ട് പഴയുടെ ഇപ്പം മുടി പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഇപ്പൊ കറുത്തായിരിക്കുന്നു. പക്ഷേ നമ്മുടെ എപ്പിസോഡ് ചെയ്യുന്ന സമയത്ത് വെളുത്ത മുടിയായിരുന്നു. അപ്പൊ ഞാൻ വയസ്സായ മനുഷ്യൻ എന്നൊക്കെ വിചാരിച്ചേ. അന്ന് പുള്ളി വളരെ എങ്ങ എന്ന് വെച്ചാൽ കുറെ വർഷം 2005
അന്ന് പുള്ളി വളരെ അപ്പൊ പിന്നെ ഇപ്പോഴും പുള്ളി എങ്ങനെ അതെന്താന്ന് വെച്ചാല് പുള്ളിക്ക് ഈ മാജിക് അറിയാം. ഏത് സാധനം കൊണ്ട് ഇപ്പൊ ഇവിടുത്തെ ഇൻഗ്രീഡിയൻസും നാട്ടിലെ ഇൻഗ്രീഡിയൻസും വ്യത്യാസം ഉണ്ടാവും, പക്ഷെ നമുക്ക് ടേസ്റ്റിന് ഒരു വ്യത്യാസവും പുള്ളി ഇവിടെ ഒന്നും ഉണ്ടാക്കിയാൽ തോന്നില്ല. അതിന്റെ എന്ന് വെച്ചാൽ അതിന്റെ കെമിസ്ട്രി പുള്ളിക്ക് അറിയാവുന്ന ഒരാളാണ്. അപ്പൊ ഇദ്ദേഹം കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്ക് വാവ് ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് എനിക്ക് കുക്കിംഗ്. ശരിക്കും എന്റെ ആത്മീയ ഗുരു പഴയടാ. കുക്കിംഗ് പിന്നീട് ഞാൻ പഠിച്ചു, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ പഠിപ്പിച്ചു. ഇപ്പൊ പിന്നെ ഷെഫ് മൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ അടുത്ത് പോയി. പിന്നെ ഇതെന്റെ ഇതായി മാറി. ഇഷ്ടമില്ലായ്മ എനിക്ക് തോന്നുന്ന കുറച്ച് 2-3 എപ്പിസോഡുകളിൽ എനിക്ക് മാറി. പക്ഷെ ഈ ആത്മീയ ഗുരു പഴയടം തിരുമേനിയാണ്. Yeah, so the marriage worked basically, അല്ലേ? Beautifully worked. മറ്റൊരു മേഖലയിൽ, അതായത് ഒരു ഹോസ്റ്റ് എന്ന മേഖലയിൽ യു ആർ എ സക്സസ് എന്ന് പ്രൂവ് ചെയ്യുന്നതായിരുന്നു ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം. ദ നറേറ്റീവ് സ്റ്റൈൽ, ആ പറഞ്ഞു വന്ന സ്റ്റൈൽ ഇസ് വെരി ഇംപ്രസീവ്. അതിപ്പോൾ ഇന്നലെ ഇവിടെ രുചിമേളയിൽ ഞങ്ങൾ കണ്ടതാണ്. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഓണത്തിന്റെ ഒരു ഭാഗമാണ് രുചിമേള. ഇപ്പൊ എത്ര വർഷമായി രുചിമേളയ്ക്ക് വരുന്നത്? ആദ്യം പലഹാരമേളയായിരുന്നു. വന്നിരുന്നു, പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി, അച്ചപ്പം, കോഴലപ്പം, സാധനങ്ങള് ബഹ്റിൻ കേരളീയ സമാജത്തിലെ ആൾക്കാർ തന്നെ ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടിയായിരുന്നു. അപ്പൊ ഓണത്തിന് വേണ്ടിയിട്ട് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ പിന്നെ ഇന്നലെ അത്തവും ചിത്തിരയൊക്കെ ആയിരുന്നില്ലേ, ഇത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരുന്നു. ഓണത്തിന് ഒരു 3-4 ദിവസം മുന്നെയാണ് ഈ പലഹാരമേള നടത്തിയിരുന്നത്. അപ്പൊ അതിനകത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ച് ഓണത്തിനും ഉപകരിക്കുന്ന രീതിയിലായിരുന്നു അന്ന് പലഹാരമേള എന്ന് പറഞ്ഞൊരു ആശയമാണ്. പിന്നെ അതിങ്ങനെ മാറി മാറി ഓരോ വർഷം കഴിയും തോറും രുചിമേളയായി, മഹാരുചിമേളയായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു 6000 പേരെങ്കിലും വന്നിട്ടുണ്ടാവും. ഇന്നലെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ക്രൗഡ് കുറവായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാളും. മേ ബി വെതർ ഒക്കെ ആയിരിക്കും. അതിൽ ഫുഡും കഴിഞ്ഞു. ഞാൻ പ്രാവശ്യം ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു. ഇന്നലെ ഫുഡ് നേരത്തെ തന്നെ വളരെ ചില സാധനങ്ങൾ മാത്രം, പായസം അങ്ങനത്തെ ചില സാധനങ്ങൾ മാത്രമാണ് ബാക്കി. അതിപ്പം ആ ഇവന്റ് അതിന്റെ നെയിമിനോട് 100% ജസ്റ്റിഫിക്കേഷൻ ചെയ്തു. രുചിമേള തന്നെയായിരുന്നു. കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നില്ല, അതാണ് ഇത്രയും വലിയൊരു എന്ന് വെച്ചാൽ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു എല്ലാം അണ്ടർ വൺ റൂഫ് ഉള്ള ഒരു രുചി ഫെസ്റ്റിവൽ നടക്കുന്നില്ല ഇപ്പൊ കേരളത്തിൽ. ഫെസ്റ്റിവലിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അവിടെ ഉണ്ടായിരുന്ന ഒരു എനർജി. ആ എനർജി ബിൽഡ് ചെയ്യാൻ 99% യു കോൺട്രിബ്യൂട്ടഡ്. അത്രയും തിരക്കിനിടയ്ക്ക് അത്രയും ആ വെതർ ഇന്നലെ ഹ്യൂമിഡ് ആയിരുന്നു. ഒരു ഓൾമോസ്റ്റ് an hour you were going around every stall speaking and eating. അല്ലേ? ഇതെല്ലാം ടേസ്റ്റ് ചെയ്തു. സ്റ്റമക്ക് അപ്സെറ്റ് ആവൂലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ആരും കാണുന്നില്ല. ഞാൻ ഇന്നലെ ലഞ്ച് കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് വിശപ്പുണ്ടെങ്കിലാണ് ഇതിന് രുചി തോന്നുക. വിശപ്പില്ലെങ്കിൽ ഇത്രയും ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് തന്നെ ഞാനും രഞ്ജും ഉണ്ട്, എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പൊ ഞാനും രഞ്ജുവും കൂടി ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ലഞ്ച് കഴിക്കണമെന്ന് ചോദിച്ചു. വേണ്ട, ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങി ഫ്രഷായി എണീറ്റ് വിശപ്പുമായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. വിശപ്പുണ്ടെങ്കിൽ ശരീരം എന്തും ദഹിപ്പിക്കും. നമ്മൾ വിശപ്പില്ലാതെ കഴിക്കുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഈ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എനി ട്രിക്ക് ബിഹൈൻഡ് ഇറ്റ്? മാജിക്കിന്റെ ആളാണല്ലോ, എല്ലാത്തിലും ഒരു മാജിക് കാണുന്ന ഒരു വ്യക്തിയാണല്ലോ. ഈ ഒരു എനർജി ഇങ്ങനെ നമുക്ക് രാജ് കലേഷ് നോക്കുമ്പോൾ ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നു, അതിന് മുമ്പിൽ വന്നു, ആ ഒരു ബോറടി മലയാളിക്ക് തോന്നിക്കുന്നില്ല. അതിനൊരു ഡെലിബറേറ്റ് എഫേർട്ട് ഇടേണ്ടി വരുന്നില്ലേ? ഇല്ല. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് എന്നെ പിന്നെ ദിവ്യ വിളിക്കുന്ന ഒരു പേരുണ്ട്, മൾട്ടിപ്പിൾ ടാലന്റഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന. മൾട്ടിപ്പിൾ ടാലന്റഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാ. അപ്പൊ ഒരു ഡിസോർഡർ ഉണ്ട്. പിന്നെ എന്റെ കൂട്ടുകാർക്ക് മുഴുവൻ എന്തെങ്കിലുമൊക്കെ ഡിസോർഡർ ഉള്ള വട്ടില്ലാത്ത ഒരാളെയും നമ്മൾ കൂടെ കൂട്ടില്ല. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമുക്ക് ഈ ഭയങ്കര പിരിമുറുക്കമായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ലൂസായിട്ട് ജീവിക്കുന്നതാണ്. അപ്പൊ ഒരു വട്ട് നല്ല. ഈ ട്രാവലിങ്ങിനോട് ഒരു ക്രേസ് ഉണ്ടല്ലോ. 50 രാജ്യങ്ങളായി, ഞാൻ പോലും അറിയാതെ, സ്വപ്നം പോലെ. ഇത് പണ്ടോട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു. ഒന്ന് TV-യിൽ മുഖം കാണിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.
ടിവിയിൽ സിനിമയിൽ മുഖം കാണിച്ചു. സിനിമയിൽ മുഖം കാണിച്ചു. സിനിമയിൽ ഒരു വില്ലൻ വേഷം ചെയ്തു. ജാസ്പർ എന്ന് പറയുന്ന സിനിമയിൽ. വേറെയും 2-3 മൂവീസ്. മലയാളത്തിൽ കുറച്ച് 2-3 മൂവീസ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ പോയതാ. എടാ നീ വാടാന്നൊക്കെ പറഞ്ഞിട്ട് അൻവർക്ക് വിളിച്ചപ്പോഴത്തേക്ക് പോയി. അനിൽ രാധാകൃഷ്ണ മേനോനും അമ്മയും എന്റെ അടുത്ത സുഹൃത്തുക്കളാ. അപ്പൊ അനിൽ രാധാകൃഷ്ണ മേനോന്റെ ആണ് 2 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത്. ഒന്ന് സപ്തമശ്രീ തസ്കരയും പിന്നെ ലോർഡ് ലിവിങ്സ്റ്റൺ ആയിരുന്നു. അങ്ങനെ ഈ 3 സിനിമകളും ഫ്രണ്ട്ഷിപ്പിന്റെ ഇതിൽ പോയി അഭിനയിച്ചത്. എനിക്ക് അഭിനയിക്കാൻ അങ്ങനെ താല്പര്യം. ഉസ്താദ് ഹോട്ടല് അൻവർ റഷീദ്. അപ്പൊ അന്ന് അൻവർക്ക് പരിചയമുണ്ട്. അപ്പൊ അൻവർക്ക് വിളിച്ച് അങ്ങനെ പോയി പുള്ളിക്ക് വേണ്ടി ചെയ്തതാണ്. ഇതിന് മറ്റേ സിനിമയിലെ പേയ്മെന്റ് ഒന്നിനും വേണ്ടിയിട്ടൊന്നും പോയതല്ല. സിനിമ അങ്ങനെ വലിയ ഒരു TV ആണ് എൻ്റെ അന്നും ഇന്നും എപ്പോഴും എനിക്ക് ഒരു ഇത് തന്നത് TV-യാണ്. കുറച്ച് TV-യുടെ ഓഡിയൻസ് എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഏത് വീട്ടിലും പോവാം, ഏത് അടുക്കളയിലും കയറാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം മലയാളികളുടെ. മലയാളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ച ചോദ്യം അതാണ്. ഈ യാത്രകൾ ഒരു വല്ലാത്തൊരു ഒരു ഫീലിംഗ് ആണ് അല്ലെ? മലയാളികൾ യാത്ര ചെയ്യാറേ ഇല്ല ഡ്യൂ ടു ദെയർ ഓൺ ലിമിറ്റേഷൻസ്. അങ്ങനെ തോന്നിയിട്ടുണ്ട് ഉണ്ടല്ലേ? നേരത്തെ ഉള്ള ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം പലരുടെയും കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ അമുൽ സുരഭി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ദൂരദർശനിൽ. ആ പ്രോഗ്രാമിൽ ചെറിയ സെഗ്മെന്റ് ഒരു ട്രാവൽ കാണിക്കുന്നുണ്ടായിരുന്നു. അയാൾ പല രാജ്യങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം മനസ്സിൽ തോന്നും, പല സ്ഥലങ്ങളിലും പോകണം. 50 കൺട്രീസ്. ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു 5-6 ടിക്കറ്റുകൾ മാത്രമേ ഞാൻ എടുത്ത് പോയിട്ടുള്ളൂ. ബാക്കി എല്ലാം സ്പോൺസേഴ്സ് ആയിരുന്നു. അപ്പോ അതൊരു ഭാഗ്യമല്ലേ? അത് ഇനി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നാട് ഏതാണ്? എന്റെ വിയറ്റ്നാം കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. വിയറ്റ്നാം ഈ അടുത്ത കാലത്ത് വിയറ്റ്നാം കാണാൻ പറ്റി. ഇനിയും കുറെ ആഗ്രഹങ്ങൾ വിയറ്റ്നാം കാണണമെന്ന്. എനിക്ക് എത്രയെങ്കിലും നാള് ഞാൻ അവരുടെ ചരിത്രം വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഹോച്ചിമിന്റെയും പിന്നെ വിയറ്റ്നാമിന്റെ ചരിത്രം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് അവർ കോൺഫിഡൻസ് കൊണ്ട് മാത്രം പല യുദ്ധങ്ങളും ജയിച്ച ആൾക്കാരാണ്. കോൺഫിഡൻസ് മാത്രം അവർക്കുണ്ടായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് പ്രിപ്പറേഷനൊക്കെ പിന്നീട് യുദ്ധം വന്നതിന് ശേഷം അവർ തുടങ്ങിയതാ. അപ്പൊ അങ്ങനെ വിജയിച്ച ആൾക്കാരുടെ ഒരു നാട് പോയി കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പൊ ഒരു ഡെലിഗേഷന്റെ ഭാഗമായിട്ട് അത് ഒരു കണക്ഷൻ. എല്ലാ ചെലവും അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റാ. നമ്മൾ ഡെലിഗേഷന് ഇന്ത്യ വിയറ്റ്നാമീസ് ടൂറിസം ഡെലിഗേഷൻ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചും ഒക്കെ ആയിട്ട് 10-12 ദിവസം അവിടെ പോയി തകർക്കാൻ പറ്റി. വിയറ്റ്നാം മുഴുവൻ കാണാൻ പറ്റിയ ഒരു സന്തോഷത്തിലാണ്. എല്ലാ ഫീൽഡിലും ഐ തിങ്ക് യു ആർ എൻജോയിങ് വാട്ട് എവർ. ഇപ്പം മാജിക് ആയാലും കുക്കറി ആയാലും ട്രാവലിംഗ് ആയാലും ഹോസ്റ്റിംഗ് മൂവി TV, you seem to enjoy life and I think that is the formula that makes you keep young, look young, keeping young, happy, smiling. And one more thing ഞാൻ ഒബ്സർവ് ചെയ്ത്, your sense of dressing സ്റ്റൈൽ. ഇന്നലത്തെ സമാജത്തിന്റെ ഔട്ട്ഫിറ്റ് വാസ് അമേസിംഗ്. ഓണത്തിലെ ഒരു ന്യൂ ട്രെൻഡ് ഇല്ലേ, യു ഡിസ്പ്ലേഡ്. ഇപ്പോഴാണ് മുണ്ട് ഡിസൈൻ ചെയ്തത് ഞാൻ. ചുമന്ന മുണ്ടിലെ കസവിന്റെ കര വെച്ച് പിടിപ്പിച്ച്. അത് ദിവ്യ പറഞ്ഞു, പിന്നെ ഞാൻ ഈ ചെറിയ മുണ്ട് അന്വേഷിച്ചിറങ്ങി. എനിക്ക് ഹൈറ്റ് അപ്പൊ ഞാൻ ഈ ചെറിയ മുണ്ട് അന്വേഷിച്ച് കിടക്കും. എപ്പോഴും ഒരു മുണ്ടെടുത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലയുടെ മുകളിൽ വെക്കാൻ പറ്റുന്ന മുണ്ടാണ് ഇപ്പോഴത്തെ അളവെന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് അളവിൽ അവരുണ്ടാക്കുന്ന ചെറിയവനും വലിയവനും ഒക്കെ കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിത് ചുരുട്ടി മടക്കി പകുതിയാക്കിയിട്ടാണ് ഇങ്ങനെ കെട്ടി. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ലോഡ് ഉണ്ടാവും. അപ്പൊ എനിക്ക് ചെറിയ മുണ്ടിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അപ്പൊ ദിവ്യ പറഞ്ഞു, നിങ്ങൾ പോയി ഇത് ചെയ്യും. അല്ല, ഞാൻ അന്വേഷിച്ചിട്ടൊന്നും ഇവിടെ ചെറിയ മുണ്ട് കിട്ടാനില്ല. ചെറിയ തറികൾ ബാലരാമപുരം കൈത്തറിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അവരിപ്പോ ചെറിയ മുണ്ടിന് ചെലവില്ലാത്തതുകൊണ്ട് ചെറിയ തറികൾ നിർത്തി. അപ്പൊ ഇനി ഇറങ്ങാനും സാധ്യതയില്ലെന്ന് പറഞ്ഞു. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മുണ്ടുകളാണുള്ളത്, അതൊക്കെ ഭയങ്കര സൈസാണ്. അപ്പൊ ഈ സൈസ് ചെറുതായിട്ടുള്ളൊരു മുണ്ടിന് വേണ്ടിയിട്ട് ഞാൻ കുറെ ഓടിയിട്ട് കഴിഞ്ഞ ഓണക്കാലത്ത് ഞാനൊരു 10-20 മുണ്ടങ്ങ് സെറ്റ് ചെയ്തു. പല കളറിലുള്ളത്. വെള്ളയിലും ഉണ്ട് കേട്ടോ, വെള്ളയിലുണ്ട്, ഗോൾഡിലുണ്ട്. എന്നിട്ട് ഞാൻ വലിയ കര പാർത്താസിൽ പോയിട്ട് വലിയ കര വാങ്ങിച്ച് അതിന്റെ മുകളിലങ്ങ് അടിച്ചു. മുണ്ടിന്റെ നടത്തുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല, ചുമ്മാ എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതൊന്ന് ട്രൈ ചെയ്തൂടെ? കാരണം അത് നല്ല, ഇറ്റ് വാസ് വെരി ഇംപ്രസീവ്. ഞാനപ്പം അത് എവിടെ നിന്നാണെന്ന് ചോദിക്കാൻ തുടങ്ങിയതായിരുന്നു. സോ ഇതുപോലെ ചോദ്യങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കും, ഇത് എവിടെ നിന്നായിരിക്കും വാങ്ങിച്ചതെന്ന്. സ്വന്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള മുണ്ടുകൾക്കായി ബന്ധപ്പെടുക. കച്ചവടം തുടങ്ങി ഈ ഒരു ഷോയിലൂടെ കച്ചവടം ലോഞ്ച് ചെയ്തിരിക്കുന്നു. Raj, the conversation can go on because you're very impressive. The way you talk, the way you keep
people engaged is amazing. പക്ഷേ every good thing has to come to an end. Before we conclude, ഇപ്പോൾ ഒരു ഓണക്കാലം കൂടി വന്നിരിക്കുകയാണല്ലോ. ഓണത്തിന് ഇവിടെ വന്നു. എൻ്റെ അമ്മ എപ്പോഴും പറയും ഓണം ഇവിടെയാണ്, നാട്ടിലല്ല. ആണല്ലോ? You literally agree with it. ഞാൻ ബഹ്റിൻ കേരളീയ സമാജത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 200ഓളം ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്നുണ്ട്. എനിക്കൊരു പരാതിയും കൂടെ പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ വയനാട് സാഹചര്യത്തിൽ സർക്കാർ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തു, ഓണാഘോഷങ്ങൾ. അപ്പോൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ, നമുക്ക് വരുന്ന വരുമാനം, അതൊക്കെ ഈ കാലത്ത് നിന്നുപോയി. ആഘോഷം ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ ക്യാൻസൽ ചെയ്തിട്ട് അവർ ഏതെങ്കിലും ഫെസ്റ്റിവിറ്റീസ് ഉള്ള നാടുകളിലേക്ക് പോകും. ഒരു ഫെസ്റ്റീവ് സീസണിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഒന്ന് ടൂറിസ്റ്റ് സീസണും പിന്നെ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവിറ്റീസ് നടക്കുന്ന സമയത്തുമാണ് കൂടുതൽ ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അത് ഓണക്കാലമാണ്. തൃശ്ശൂർ പുലികളിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൈവറ്റ് കുറേ പ്രോഗ്രാംസ് നടക്കുന്ന പ്രൈവറ്റ് ഓണാഘോഷങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ആ സംഘാടകരും സർക്കാരിൻ്റെ പരിപാടി ഇല്ലല്ലോ, അപ്പം നമ്മൾ നടത്തിയാൽ ആൾക്കാർ എന്ത് വിചാരിക്കും? അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ ഓണക്കാലത്താണ് അവരുടെ കടം വീട്ടാനുള്ളൊരു സമയമായിട്ട്. കാരണം ദൂരദൂര പ്രോഗ്രാം ഉണ്ടാവും. ഓണത്തിനൊരു 10 പ്രോഗ്രാമെങ്കിലും വരും. അപ്പോൾ ആ പൈസ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. ആർട്ടിസ്റ്റുകളൊന്നും ഈ പൈസ കെട്ടിവെച്ച് ജീവിക്കുന്നവരല്ല. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ സർക്കാർ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഈ ആർട്ടിസ്റ്റുകൾ പ്രതിരോധത്തിലായിപ്പോവും, അവർ ഹെൽപ്ലെസ് ആയിപ്പോവും. അപ്പോൾ അതൊരു പരാതി എന്ന് പറഞ്ഞാൽ അതാ. അപ്പോൾ സർക്കാർ ഇങ്ങനത്തെ ആഘോഷങ്ങൾ കട്ട് ചെയ്യരുത്, അവരെ സപ്പോർട്ട് ചെയ്യണം. ഓഫ് കോഴ്സ് അവരെയും വീണ്ടും നമ്മൾ ആഘോഷങ്ങളില്ലാതെ അവരെ വീണ്ടും വിഷമിപ്പിക്കുക ചെയ്യുന്നത്. അവരത് മറക്കാൻ ശ്രമിക്കുക. അപ്പൊ ആഘോഷങ്ങൾ എന്തായാലും ഇപ്പൊ ഭൂമി പ്രകൃതിയൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. നമ്മളാണ് മരിച്ചു പോകുന്നതൊക്കെ. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാക്സിമം ഉല്ലാസഭരിതമായിട്ട് ഉത്സവങ്ങളൊക്കെ ആഘോഷിച്ച് തന്നെ പോകണം. അത് സർക്കാർ ക്യാൻസൽ ചെയ്ത് അതാണ് നമ്മൾ ഇവിടുത്തെ കാര്യം പറഞ്ഞത്. കേരളീയ സമാജം ചെയ്യുന്ന വലിയ കാര്യമാണ്. കാരണം 200ഓളം ആർട്ടിസ്റ്റുകളെ അവർ ഓണക്കാലത്ത് ഒരു സീസണിൽ അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഡാൻസേഴ്സ് ഉണ്ട്, ഇതിനകത്ത് പാട്ട് പാടുന്നവരുണ്ട്, കോറസ് പാടുന്നവരുണ്ട്, എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല, നാട്ടിലൊന്നും ഇല്ലാത്ത ആഘോഷങ്ങളാണ്. ആഘോഷങ്ങൾക്ക് പിന്നെ കൊടിയേറ്റം അത് കൃത്യമായിട്ട് ബഹ്റിൻ കേരളീയ സമാജം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടീമിനോട് ഒരു വലിയ സല്യൂട്ട്. പിന്നെ ബഹ്റിൻ കേരളീയ സമാജം ചെയ്ത ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നിയത്, ഇവിടുന്ന് തിരിച്ചു പോയ ആൾക്കാർ എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഇത് അറിഞ്ഞുകൂടാ. എല്ലാവരും ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുമ്പോൾ എല്ലാവരും ഉണ്ടെന്നൊരു തോന്നൽ വരും. പക്ഷെ ഒരു പ്രവാസി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെട്ടു പോകും. കഴിഞ്ഞ ഓണക്കാലത്ത് ബഹ്റിൻ കേരളീയ സമാജം ചെയ്തത് സ്നേഹസംഗമം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം, ഇപ്രാവശ്യമാണ് ഹാർമണി, കഴിഞ്ഞ പ്രാവശ്യം സ്നേഹസംഗമം എന്ന് പറഞ്ഞ പേരില് തിരുവനന്തപുരത്ത് പിന്നെ ലീല ഹോട്ടലിൽ വെച്ചിട്ട് പിന്നെ ഒരു ഗ്യാതറിംഗ് നടത്തി. ഞാൻ പ്രോഗ്രാം ചെയ്യാൻ പോയിട്ട് 5 മിനിറ്റ് പോലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആസ്വദിച്ചൊരു ഹാപ്പിനെസ്, ഇവരെല്ലാവരും കൂടെ ഇവരെ കണ്ണിന്നൊക്കെ വെള്ളം വന്നിട്ട് ഓരോരുത്തരും കണക്റ്റഡ് ആവുന്ന കണ്ടു. അത് മാത്രമല്ല, അവരുടെ ട്രെയിൻ പോകുന്നെങ്കിൽ പോട്ടെ, നാളെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേ ബാക്ക് ചെയ്യുന്നില്ല ഞാൻ കാഴ്ച കണ്ടു. അപ്പൊ അതൊരു വലിയ ഹാർമണിയാണ്. ഇപ്രാവശ്യവും ബഹ്റിൻ കേരളീയ സമാജം ചെയ്തു. വേറെ ആരും ചെയ്യുന്നില്ല, വേറെ ഒരു പ്രവാസി സംഘടനകളും അങ്ങനെ ചെയ്യുന്നില്ല, സർക്കാർ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. ഈ ഒരുമിച്ചവരുടെ ഒരു ഹൃദയത്തിന് കിട്ടിയൊരു സന്തോഷമുണ്ട്. അത് വലിയ ഹാപ്പിനെസ്സാണ്. അത് കാരണം ഇവിടെ നിന്ന് പലരും വർഷങ്ങളോളം 10, 20, 30 വർഷം ഇവിടെ ജീവിച്ചിട്ട്, സഹോദരങ്ങളെ പോലെ ജീവിച്ചിട്ട്, അതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അത് എല്ലാവർക്കും മാതൃകയാണ്. അത് എനിക്ക് തോന്നുന്നു ഈ സംഘടനകൾക്ക് മുഴുവൻ ഒരു മാതൃകയാണ്. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലെയും പ്രവാസി സംഘടനകൾ ചെയ്യണമെന്ന് എനിക്കൊരു റിക്വസ്റ്റും കൂടിയുണ്ട്. കുടുംബം ദിവ്യ വൈഫ് ദിവ്യ എനിക്ക് പിന്നെ ടേസ്റ്റ് ഓഫ് കേരളയുടെ യാത്രയിൽ നിന്ന് കിട്ടിയ എൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. ആദ്യം ബിന്ദു സാജനായിരുന്നു. ബിന്ദു സാജൻ വനിതാരത്നം എന്ന് പറയുന്ന ഒരു ഷോ ചെയ്യാൻ നേരത്ത് ദിവ്യ അസിസ്റ്റന്റ് പ്രൊഡ്യൂസറാണ്. അങ്ങനെ ദിവ്യ ഈ പരിപാടി ഏൽപ്പിച്ചിട്ടാണ് ബിന്ദു സാജൻ പോയത്. ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ മകൾ ദക്ഷ ജിംനാസ്റ്റ് ആണ്. ഒരു 4-5 നാഷണൽസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. മകൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും താല്പര്യം? നാടകം എന്റെ മേഖലയിലേക്ക് തന്നെ അവസാനം വന്നിട്ടുണ്ട്. കറങ്ങിത്തിരിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഡിസ്ട്രിക്റ്റിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു. പിന്നെ സ്റ്റേറ്റില് പിന്നെ A ഗ്രേഡ് ഉണ്ട്. ഗ്രേഡ് ആണല്ലോ ഇപ്പൊ. ഇപ്രാവശ്യം നാടകത്തില്
റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുക. വെരി ഗുഡ്. റിഹേഴ്സലും ജിംനാസ്റ്റിക്സും ഒരേപോലെ ഇത് ചെയ്യുന്നുണ്ട്. സമയം കിട്ടുന്നില്ല, എന്നാലും രണ്ടും ചെയ്യുന്നുണ്ട്. ദർശുണ്ട് ഇളയാള്, 4ാം ക്ലാസ്സിലാണ്. ഫുട്ബോളാണ് അവന്റെ ക്രൈസ്. സ്പോർട്സ് ആണ്. ഫുട്ബോൾ. ആർട്സിലേക്ക് വന്നിട്ടില്ല. വരും, സമയമായി വരുന്നില്ല, 4ാം ക്ലാസ് അല്ലേ ആയുള്ളൂ. എനിവേ, വെരി ഹാപ്പി. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്കൊരു ഓണം മെസ്സേജും കൂടെ പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. 973 show is very happy to have been given an opportunity to host you. I enjoyed the conversation. Hope you also enjoyed it. ഇത് നമ്മൾ ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ പിന്നെ മറന്ന മുഖങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും ഓർമ്മകൾ എപ്പോഴും നമ്മൾ ഇതായിട്ട് നടക്കുകയല്ലല്ലോ. പഴയ ഓർമ്മയിലേക്കും ഷാജിയും അജിറോയ് സാറിനെയും ഓർക്കാൻ പറ്റിയ സമയം കൂടിയാണ് എപ്പോഴും. താങ്ക് യു. അത് മാത്രമല്ല, പിന്നെ സാധാരണ എപ്പോഴും ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ഈ ഇത് ചോദ്യം ചോദിച്ചത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഓ, താങ്ക് യു. ഐ ടേക്ക് ദാറ്റ് ആസ് എ കോംപ്ലിമെന്റ്. അതെ. താങ്ക് യു സോ മച്ച്. എനിവേ, വളരെ സന്തോഷം. അപ്പൊ എത്രയും വേഗം മുണ്ട് മാർക്കറ്റിൽ ഇറങ്ങട്ടെ ആശംസിച്ചുകൊണ്ട് ഹാപ്പി ഓണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരുമായിട്ട് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഞാൻ ആദ്യമൊക്കെ ഒരുമിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്നു. പക്ഷേ അതിനേക്കാളും എത്രയോ ഫണ്ണാണ് ഒരുമിച്ച് കുറേ കൂട്ടുകാർ ചേർന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് ഗ്യാദർ ചെയ്യുക. ഭവതവും സഹനവും ഭുനത്തും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് ആഹാരം കഴിക്കുക, ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കുക. നല്ല ഓണം തിന്നോണം. താങ്ക് യു രാജ്. കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ആ മുണ്ട് തന്നെയാണ്. എല്ലാവരും മുണ്ട് വാങ്ങിക്കാൻ റെഡിയാവുക. So that was the one and only Raj Kalesh with us on the 973 show, and this is Rajeev Unikrishnan signing off.